അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഈ തീർത്ഥാടനത്തിനായിട്ട് ജനങ്ങളെത്തുമ്പോൾ തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജേക്കബ് തൂങ്കുഴി, അന്നത്തെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ഏതെങ്കിലും സഭയുടെ മെത്രാപ്പോലിത്തമാരെ, അതുപോലെ തന്നെ അതിരൂപത സഹായ മെത്രാന്മാർ ആൻഡ്രൂസ് താഴത്ത്, വികാരി ജനറൽമാർ, അവരൊക്കെയാണ് അന്നത്തെ ഈ തിരുക്രമത്തിന് നേതൃത്വം നൽകുന്നത്. ഇവരെ പതാകയുമേന്തി പാലയൂർ പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് തീർത്ഥാടക ജനങ്ങളെ എല്ലാവരെയും ഈ പന്തലിലേക്ക് ആകർഷിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഈ ജനങ്ങളെല്ലാവരും ഒന്നുചേരുന്നു. എല്ലാ ഇടവുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വൈദികരും സന്യസ്തരും ആത്മായ പ്രമുഖരും എല്ലാവരും ഒന്നുചേരുന്ന വലിയൊരു സംരംഭമാണ് മഹാതീർത്ഥാടനം. അതിനുശേഷം ഇടവകയിലെ വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്നൊരു കാര്യമാണ് മെയ് മാസം അവസാനത്തോടു കൂടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന കർമ്മം. അത് ഒരു അക്രൈസ്തവ പാരമ്പര്യമാണെങ്കിലും അതിന്ന് എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുകയും അവരവരുടെ മതങ്ങളിലുള്ള കുട്ടികളെ അതാത് പള്ളികളിലേക്ക് കൊണ്ടുവന്ന് എഴുത്തിനിരുത്തുന്ന ഒരു തിരുക്രമം അതിവിടെ പ്രശസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. തളിയക്കുളത്തിൽ വെച്ചാണ് നടക്കാറുള്ളത്. എല്ലാ കുട്ടികളെയും അവിടെ കൊണ്ടുവരികയും ഈശോയുടെ സമകാലികനായ മാർത്തോമാ ശ്ലീഹയുടെ പാദസ്പർശമേറ്റ അവിടെ നിന്നുള്ള ആ തളിയക്കുളത്തിലെ മണ്ണെടുത്ത് ഒരു പാത്രത്തിലാക്കി അതിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ഈശോ എന്ന അക്ഷരങ്ങളെ കുറിച്ചാണ് ഈ എഴുത്തിനിരുത്തൽ കർമ്മം അവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് ജൂലൈ 3-ാം തീയതിയിലെ ഇവിടുത്തെ ഊട്ടുതിരുന്നാൾ. ഒത്തിരിയേറെ ആളുകൾ ജൂലൈ 3-ാം തീയതി ഇവിടെ വരികയും മാർത്തോമാ ശ്ലീഹായുടെ ഊട്ടുതിരുന്നാളിൽ പങ്കെടുത്ത് ഊട്ടുനേർച്ച ഭക്ഷിച്ച് അനുഗ്രഹീതരാവുകയും ഇവിടെയുള്ള എല്ലാ തിരുക്രമങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. അന്ന് ഏകദേശം ഇവിടെ 5-6 കുർബാനകളുണ്ട്. അതിൽ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാൾ എന്നാണ് അതിന് പറയുന്നത്. ഓർമ്മ തിരുനാൾ, ദുഃഖറാന എന്ന പദത്തിനർത്ഥം ഓർമ്മ എന്നാണ്. ഈ ഓർമ്മ തിരുനാളിന് ഇവിടെ ശ്രാദ്ധ ഊട്ടാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. തോമാ ശ്ലീഹായുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ശ്രാദ്ധ ഊട്ട്. അവിടെ നമ്മൾ 2-3 വർഷങ്ങളായി ഇവിടെ റാസ കുർബാന ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്നു. ഈ റാസ കുർബാന മാർത്തോമാ ശ്ലീഹായുടെ നാമധേയത്തിൽ തന്നെയാണ് സഭയിലെ ആദ്യം മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. അതിവിടെ നമ്മൾ 4-5 വൈദികർ ചേർന്ന് റാസ കുർബാന നടത്തുന്നു. അതിനുശേഷമാണ് പ്രശസ്തമായിട്ടുള്ള ജൂലൈ 15, 14, 15 തീയതികളിലുള്ള തർപ്പണ തിരുനാൾ. മാർത്തോമാ ശ്ലീഹ ഇവിടെ വരികയും തളിയക്കുളത്തിലെ അന്ന് സ്നാനമേറ്റിരുന്ന സൂര്യസ്നാനം ചെയ്തിരുന്ന ആളുകളെ മാമോദീസ മുക്കുകയും ചെയ്ത ആ അവസരത്തിൽ വെള്ളമെടുത്ത് മുകളിലേക്ക് ഉയർത്തിയതിൻ്റെ പേരാണ് തർപ്പണം എന്നത്. ആ തർപ്പണത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന തിരുനാളാണ് തർപ്പണ തിരുനാൾ. അത് മെയിനായിട്ട് പ്രധാനമായിട്ടും ഇടവക ജനങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാ മാസവും 10-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച മുപ്പിട്ട് ഞായർ എന്ന പേരിൽ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഈ പാലയൂർ പള്ളി അല്ലെങ്കിൽ ഈ ഇടവക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർക്കുക എല്ലാവരും മാർത്തോമാ ശ്ലീഹയോടെ വരികയും മാമോദീസ കൊടുക്കുകയും ചെയ്തതാണ്. അത് എല്ലാ മാസവും 10-ാം തീയതി കഴിഞ്ഞു വരുന്ന ഈ ഞായറാഴ്ച 32-36 കുട്ടികൾ ഇവിടെ മാമോദീസ മുങ്ങി പോകാറുണ്ട്. പല ഇടവകകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത്. തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് മാത്രമല്ല, തൃശ്ശൂർ അതിരൂപതയ്ക്ക് പുറത്തുള്ള ഒത്തിരി രൂപതകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരികയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ ഒരു തിരുക്രമമായാണ്, വലിയൊരു ആഘോഷമായാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഈ കുട്ടികൾക്ക് മാമോദീസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് പട്ടുകുടകളിൽ അവരെ നിർത്തിക്കൊണ്ട് പട്ടുകുടകൾ ചൂടിച്ച് തിരികളൊക്കെ കത്തിച്ച് വളരെ ആഘോഷമായുള്ള പ്രദക്ഷിണത്തോടു കൂടിയാണ് കുട്ടികളെ കയറ്റുന്നത്. കുട്ടികളെ പള്ളിയിലേക്ക് കയറ്റുമ്പോൾ വളരെ മനോഹരമായ മറ്റൊരു തിരുക്കർമ്മമുണ്ട്. അവിടെയുള്ള
മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളെ സൂചിപ്പിക്കുന്ന 7 നിലവിളക്കുകളുണ്ട്. ആ നിലവിളക്കുകളിലെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തിരി തെളിയിച്ചാണ് അവരെ പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാനയിലെ ഈ കുട്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ആരംഭിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന കൊടുക്കുക കുട്ടികൾക്ക്, അത് തിരുരക്തം കൊടുത്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലെ കുട്ടികളെ ഉൾക്കൊള്ളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചകളും മാർത്തോമാ ശ്ലീഹായുടെ വിശേഷ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ലതീഞ്ഞും തളിക്കുളത്തിലേക്കുള്ള പ്രദക്ഷിണമൊക്കെ വളരെ പ്രശസ്തമാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ 5 മണിക്ക് തിരുമണിക്കൂർ ആരാധന ആരംഭിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ ഈ ബോട്ടുകളും ചുറ്റിയുള്ള പ്രദക്ഷിണമൊക്കെ എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന പ്രത്യേകതകളാണ്. മാർത്തോമാ ശ്ലീഹായുടെ പ്രത്യേകമായിട്ടുള്ള ഒരു തിരുശേഷിപ്പ് നമ്മളത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അൾത്താരയ്ക്ക് മുകളിലായി പ്രത്യേകമായി സജ്ജീകരിച്ച സക്രാരിയിലാണ് ഈ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തിരുശേഷിപ്പ് ജൂലൈ മാസത്തിലെ ദുഃഖറാന തിരുനാളിനും തർപ്പണ തിരുനാളിനും മാത്രമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ പ്രദക്ഷിണത്തിന് അതിനോടനുബന്ധിച്ച മറ്റൊരു തിരുശേഷിപ്പ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. അത് പണ്ട് കാലങ്ങളിലെ റോമിൽ നിന്ന് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ മെത്രാന്മാരൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള തിരുശേഷിപ്പാണ്. അത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. തിരുശേഷിപ്പ് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഭക്തജനങ്ങൾക്ക് അത് തൊട്ട് വണങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കാറ്. തൃശ്ശൂർ അതിരൂപതയിലുള്ള 10,000-കണക്കിന് വിശ്വാസികൾ തൃശ്ശൂരിൽ നിന്നും കാൽനടയായി പാലയൂരിലെത്തി ആ തീർത്ഥാടനം നടത്തിയതോടുകൂടി വലിയ ഒരു പ്രശസ്തി ഈ പള്ളിക്കുണ്ടായിട്ടുണ്ട്. 2000 കൊല്ലത്തെ പഴക്കമുള്ള ഭാരത ക്രൈസ്തവരുടെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും പ്രകടമാക്കുന്ന ഒരു മ്യൂസിയമാണ് ഞങ്ങളിവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ വിഭാവനം ചെയ്തിട്ടുള്ള വിധം അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും വളരെയേറെ പുരാവസ്തുക്കൾ അടങ്ങിയ ഈ മ്യൂസിയം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും തീർത്ഥാടകർക്കും വളരെയേറെ ആകർഷകമായ ഒന്നാണ്. അതുപോലെ തന്നെ ഇനിയും പല പ്രോജക്റ്റുകളും ഇവിടെ ഞങ്ങൾക്ക് നടപ്പിലാക്കാനുണ്ട്. ക്രമേണ അതെല്ലാം നടപ്പിലാകും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് പിൽഗ്രിം സെൻ്റർ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസത്തിൻ്റെ ആദ്യ പ്രദീപം തെളിഞ്ഞ പാലയൂർ ദേവാലയം തലമുറകളായി ജനസഹസ്രങ്ങളിലൂടെ ആത്മീയ ശോഭയും ശാന്തിയും കൈമാറി നിൽക്കുകയാണ്. കേരളീയ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അപ്പസ്തോലിക പൈതൃകത്തിന് അടിവരയിട്ടുകൊണ്ട് ഭാരത ക്രൈസ്തവ സഭയുടെ അഭിമാനഭാജനമായി ഈ പുണ്യകേന്ദ്രം വിരാജിക്കുന്നു. ആധ്യാത്മിക പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ, ജീവകാരുണ്യ സേവനങ്ങളിലൂടെ ഈ ദേവാലയം പ്രസരിപ്പിക്കുന്ന വചനപ്രസാദം ഭേദങ്ങളില്ലാതെ ബഹുജനത്തിന് ശാന്തി അരുളുന്നു. ഉത്കർഷത്തിന്റെ ഉയരങ്ങൾ താണ്ടുന്ന ഈ ആത്മീയ യാത്രയിൽ വേദപ്രോക്തമായ സത്യവിശ്വാസവും ശ്ലീഹാ പൈതൃകത്തിന്റെ കരുത്തും മാത്രം പാഥേയങ്ങളാവുന്നു.